ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റിൽ സദ്യ സ്പെഷ്യൽ രസം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. വെറും 5 മിനിറ്റ് മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ സദ്യയിലല്ലാത്ത പോലും ഇടയ്ക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കല്ലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള അധികം കറുക്കാത്ത പുളി വേണം കേട്ടോ എടുക്കാൻ. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച് ഒരു 3 കപ്പോളം വെള്ളത്തിൽ ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ കുതിർത്തി വെക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 സ്പൂൺ ജീര, 1 സ്പൂൺ പച്ചമല്ലി, ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, 2 പഴുത്ത തക്കാളി മീഡിയം സൈസിലുള്ളത്, 2 പിടി മല്ലിയില അരിഞ്ഞത്, ഒരു 5-8 ഇല്ലി ചെറിയ ഉള്ളി, ഇത്രയാണ് വേണ്ടത്. ഇനി ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, 1/2 സ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമല്ലി ആദ്യം ഇട്ട് കൊടുത്തു, ക്യൂമിൻ സീഡ് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു. ഇതെല്ലാം വേറെ വേറെ ചതച്ച് വെച്ചതാണ്. വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു രീതിയിൽ രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ. നമ്മൾ സാധാരണ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കുന്ന പോലത്തെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ജീരകം പച്ചമല്ലിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂക്കണം കേട്ടോ. അതിനാണ് നമ്മളൊന്ന് ഇളക്കി കൊടുത്തത്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ ചതച്ചെടുത്തതാണ്. 1/2 സ്പൂണോളം കായം കൂടെ ചേർത്ത് കൊടുക്കണം. കായം ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ പൊടികളൊക്കെ ഒന്ന് ഒത്തിരിയല്ല, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മൂത്ത് വരണം. പക്ഷേ നമ്മുടെ ഈ മഞ്ഞളിൻ്റെ കളറ് മാറരുത്. ആ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 മീഡിയം തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളി ഒരുപാട് ഇങ്ങനെ വെന്ത് ഇങ്ങനെ കുഴഞ്ഞ് വരരുത്. നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കില്ലേ, ആ ഒരു രീതിയിലാവരുത്. ഇങ്ങനെയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കാണാനും ഒരു ഭംഗി. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളിയാണ്. അത് ഞാൻ ഇത്രയും വെള്ളത്തിലാണ് പിഴിഞ്ഞെടുത്തത്. 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എക്സ്ട്രാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രസം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അധികം വേണം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിതിൽ ഇത്ര സമയമായിട്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ തക്കാളി ഇതുപോലെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് ചോറിലൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. സദ്യ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് രസം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. ഈ നന്നായിട്ടൊന്ന് ഇതുപോലെ തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ രുചിയൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. ഈ ഒരു രീതിയിൽ ഒറ്റ തിളച്ചാൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്താൽ പോലും കുറച്ച് നേരം ഇതുപോലെ തിളയ്ക്കും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് 1/4 ഭാഗം അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.